വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമുത്തൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, അതുപോലെ തന്നെ ഷെൽ എന്താണ്, സബ് ഷെൽ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങളിതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി ഹെഡിങ് കൊടുത്തത്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സബ് ഷെല്ലിൽ, എന്തുവാണ് സബ് ഷെല്ലുണ്ടല്ലോ, ഈ സബ് ഷെല്ലിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പഠിച്ചു തുടങ്ങി ഇത്രയും 2-3 ക്ലാസ്സുകളായി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനോട് നല്ല രീതിയിലുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ടാകും, സ്വാഭാവികമാണ്. സോ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. സോ ഇന്ന് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട്, കാരണം നമുക്ക് ഈ കോണ്ടന്റ് നമ്പേഴ്സൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതാനും അത് ആരെ പറ്റിയിട്ടാണ് പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് കുറച്ച് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടേബിളും ഈ 2 പേജുകൾ, അതായത് ഇവിടെ വരെയുള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ സബ് ഷെൽ കോൺഫിഗറേഷനോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു പോയേ. നോട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എഴുതി പോവാം, കാരണം റിവൈസ് ചെയ്തില്ലെങ്കിൽ നമ്മളിതെല്ലാം മറന്നു പോകും. അപ്പോൾ ആലോചിച്ച് നോക്കടാ, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഞാൻ ഈ വരയ്ക്കുന്നത് എന്തുവാണ് പറഞ്ഞേ? ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഞാൻ ഈ വരയ്ക്കുന്നത് എന്താണ്? ഇതിനെ നമ്മൾ ഷെൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഷെൽ എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മളതിനെ എന്തെന്ന് വിളിക്കും? ഓർബിറ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? എനർജി ലെവൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? എനർജി ലെവൽ എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോൺ വന്ന്, അല്ലെങ്കിൽ ഇലക്ട്രോൺ കാണുന്നത് പ്രത്യേക എനർജി ലെവലുകൾക്കകത്തായിരിക്കും. ആ എനർജി ലെവലുകളാണ് നമ്മൾ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റൽ അല്ല, ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതിന് നമ്മൾ എന്ത് പേര് പറഞ്ഞാൽ വിളിക്കുന്നത്? ആദ്യത്തെ ആൾ നമ്മൾ കെ എന്ന് വിളിക്കും, അടുത്ത ആൾ നമ്മൾ എൽ എന്ന് വിളിക്കും, എം എന്ന് വിളിക്കും, എൻ എന്ന് വിളിക്കും. ആണല്ലോ? ഫസ്റ്റ് എനർജി ലെവൽ കെ, എൽ, എം, എൻ എന്നിങ്ങനെയാണ് പോകുന്നത്. ഈ പറയുന്ന എനർജി ലെവലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകളെ പറ്റി പറയുന്ന ക്വാണ്ടം നമ്പറിൻ്റെ പേരെന്താണ്? അത് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പറാണ്. പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പറിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? സ്മോൾ ലെറ്റർ എൻ ആണ്. ഓക്കെയാണ്. അപ്പോൾ കെ ഷെല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, എല്ലിൻ്റെത് 2 ആണ്, എമ്മിൻ്റെത് 3 ആണ്, എന്നിൻ്റെത് 4 ആണ്. അറിയാമല്ലോ, എൻ വാല്യൂ എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ? കെ ഷെല്ലിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എല്ല് അല്ലേ, 1, എല്ലിൻ്റെത് 2, എമ്മിൻ്റെത് 3, എന്നിൻ്റെത് 4. അറിയാം, സംശയമൊന്നും ഇല്ല. അടുത്ത് ഷെല്ലുകൾക്കകത്ത് എന്തുണ്ട്? സബ് ഷെല്ലുണ്ട്. ഷെല്ലുകൾക്കകത്ത് എന്തുണ്ട്? സബ് ഷെല്ലുണ്ട്. അതായത് ഇപ്പോൾ കെ എന്ന് പറയുന്ന ഒരു ഷെല്ല് ഞാൻ എടുത്താൽ അതിനകത്ത് ഇലക്ട്രോണുകൾ കാണുന്നത് ഒരു പ്രത്യേക സബ് ഷെല്ലിനകത്തായിരിക്കും. അങ്ങനെ ഒരു ഷെല്ലിനകത്ത് 1 അതിലധികമോ സബ് ഷെല്ലുകൾ ഉണ്ടാകാം. അത് നമുക്കിപ്പോൾ നോക്കണ്ട. എന്തായാലും ഷെല്ലിനകത്ത് എന്തുണ്ട്? സബ് ഷെല്ലുണ്ട്. ഷെല്ലിനകത്ത് എന്തുണ്ട്? സബ് ഷെല്ല് ഉണ്ട്. ഷെല്ലിനകത്ത് എന്തുണ്ട്? സബ് ഷെല്ലുണ്ട്. സബ് ഷെല്ലുകളുടെ പറ്റി പറയുന്നത്, അത് ഏതൊക്കെ സബ് ഷെല്ലുള്ളത്? എസ്, പി, ഡി, എഫ്, ഇതാണ് സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഇവരാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. സബ് ഷെല്ലുകളെ പറ്റി പറയുന്ന ക്വാണ്ടം നമ്പർ ഏതാണ്? അത് അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എൽ ആണ് അല്ലേ? എന്താണ്? എൽ ആണ്. സോ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓഫ് എസ് സബ് ഷെൽ എന്ന് പറയുന്നത് 0, പിയുടേത് 1, ഡിയുടേത് 2, എഫിൻ്റെത് 3. ഈ പോയിൻ്റ് വളരെ വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പോയിൻ്റ് വളരെ വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ എസ് സബ് ഷെല്ലിൻ്റെ എൽ വാല്യൂ ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും പറയരുത്. ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റുന്നത് അവിടെയാണ്. എസിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ 0 ആണ്. 0-ൽ നിന്നാണ് അത് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ. ഇനി സബ് ഷെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സബ് ഷെല്ലുകൾക്കകത്ത് എന്തുണ്ട്? സബ് ഷെല്ലുകൾക്കകത്താണ് ഓർബിറ്റൽ ഉള്ളത്. സബ് ഷെല്ലുകൾക്കകത്താണ് എന്തുള്ളത്? ഓർബിറ്റൽ അല്ലെങ്കിൽ ഓർബൈറ്റൽ ഉള്ളത്. ഒരു ഓർബൈറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? 2 ഇലക്ട്രോൺ ഉണ്ടാകും. ഒരു ഓർബൈറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? 2 ഇലക്ട്രോൺ ഉണ്ടാകും. ശരി, അതവിടെ നിന്നോട്ടെ. നമ്മൾ സബ് ഷെല്ലിലോട്ടാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. പറഞ്ഞേടാം, ഒരു ഷെല്ലിൻ്റെ അകത്ത് എത്ര സബ് ഷെല്ലുണ്ട്? ഒരു ഷെല്ലിൻ്റെ അകത്ത് എത്ര സബ് ഷെല്ലുണ്ടാകും?
നമ്മളതെങ്ങനെ മനസ്സിലാക്കും? ഒരു ഷെല്ലിൻ്റെ അകത്ത് എത്ര സബ്ഷെല്ലുണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ ഫോർമുല എന്താണ്? n ആണ്. അതായത് ഒരു ഷെല്ലിൻ്റെ അകത്ത് എത്ര സബ്ഷെല്ലുണ്ടെന്ന് വെച്ചാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിന് ഈക്വൽ ആയിരിക്കും. അതായത് കെ ഷെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ n വാല്യൂ എത്രയാണ്? 1 ആണ്. അതിൻ്റെ അർത്ഥം അതിനകത്ത് ഒരു സബ്ഷെല്ലേ ഉണ്ടാകുള്ളൂ. ഒരു സബ്ഷെല്ലേ ഉണ്ടാകുള്ളൂ. അത് ഏത് സബ്ഷെല്ലായിരിക്കും? ആദ്യത്തെ സബ്ഷെല്ലായിരിക്കും S. L M N. L സബ്ഷെല്ലിൻ്റെ n വാല്യൂ എത്രയാണ്? n is equal to 2. അതിൻ്റെ അർത്ഥം അവിടെ എത്ര സബ്ഷെൽ ഉണ്ടായിരിക്കും? 2 സബ് ഷെല്ല് ഉണ്ടായിരിക്കും. ഏതൊക്കെയായിരിക്കും അത്? എസും പിയും. അതായത് ഇപ്പോൾ ഞാൻ കെ ഷെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സബ്ഷെല്ലേ ഉള്ളൂ, എസ്. എൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 സബ്ഷെല്ലുണ്ട്, എസ്സും ഉണ്ടാവും പിയും ഉണ്ടാവും. അടുത്ത് എം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എസ് ഉണ്ടാകും, പി ഉണ്ടാകും, ഡി ഉണ്ടാകും. അല്ലേ? എൻ്റെ എൻ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. സോ അതിനകത്ത് എത്ര സബ്ഷെൽ ഉണ്ടാകും? 3 സബ് ഷെല്ലുണ്ടാകും. എന്തുണ്ടാകും? 3 സബ് ഷെല്ലുണ്ടാകും. ഏതൊക്കെയായിരിക്കും അത്? എസ്, പി, ഡി. n is equal to 4 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും? ഇതാണ് ഏതെന്ന് വിചാരിക്കും, n സബ് ഷെൽ എന്ന് വിചാരിക്കും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? എസ്, പി, ഡി, എഫ്. n is equal to 4. എത്ര സബ് ഷെൽ ഉണ്ടാകും? 4 സബ് ഷെൽ ഉണ്ടാകും. എത്ര സബ് ഷെൽ ഉണ്ടാകും? 4 സബ് ഷെല്ല് ഉണ്ടാകും. ഏതൊക്കെയാണത്? എസ്, പി, ഡി, എഫ്. ഓക്കെ ആണ്. ഇതാണ് സെറ്റപ്പ്. ഇനി പറ, എസ് എന്ന് പറയുന്ന സബ്ഷെല്ല്, എസ് എന്ന് പറയുന്ന സബ്ഷെല്ല്, ഈ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? എത്ര ഇലക്ട്രോൺ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എത്ര ഇലക്ട്രോൺ ഉണ്ടാവും. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത്? 2 × 2l + 1 അല്ലേ? ഇത്രയും ഇലക്ട്രോൺസ് ആണ് ഒരു സബ്ഷെല്ലിനകത്ത് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ല് നമ്മൾ എടുക്കുകയാണ്. എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് എടുക്കുകയാണ്. അതിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ 0 ആണ്. സോ അത് ഈ ഫോർമുല കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × 2 × 0 + 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇലക്ട്രോൺസ് കാണും. അതായത് എസ് സബ്ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺ. പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൽ വാല്യൂ എത്രയാണ്? 1 ആണ്. ഫോർമുല അപ്പോൾ 2 × 2 × 1 + 1 എന്ന് വരും. 2 × 2 2 ആണ് അല്ലേ? അപ്പോൾ 2 ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. 2 + 1 എന്താണ്? അപ്പോൾ 3 ആണ്. 3 × 2 എത്ര? 6 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് എൽ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ ഫോർമുല 2 × 2 × 2 + 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ 2 അതുപോലെ എഴുതി. 2 × 2 4, 4 + 1 5. അപ്പോൾ 5 × 2 എത്രയാണ്? 10 ഇലക്ട്രോൺസ് ഉണ്ടാകും. എഫ് എന്ന് പറയുന്നതിനകത്ത് എൽ എന്ന് പറയുന്നത് 3 ആണ്. ഫോർമുല 2 × 2 × 3 + 1 എന്ന് വരും. അതായത് ഫസ്റ്റ് 2 × 3 × 2 6, 6 + 1 എത്രയാണ്? 3 × 2 എത്രയാണ്? 6, 6 + 1 7, 7 × 2 എത്രയാണ്? 14 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ ഇലക്ട്രോൺസുകൾ ഇരിക്കുന്നത് എന്തിനകത്തായിരിക്കും? അതിരിക്കുന്നത് ഓർബിറ്റലിനകത്തായിരിക്കും. എന്തിനകത്തായിരിക്കും? ഓർബിറ്റലിനകത്തായിരിക്കും. അതായത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, എന്തിനകത്തായിരിക്കും? ഓർബിറ്റലുകളുടെ അകത്തായിരിക്കും. എന്തിനകത്തായിരിക്കും? ഓർബിറ്റലിൻ്റെ അകത്ത് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? അപ്പോൾ പറഞ്ഞേ, കെ എൽ എം എൻ എന്ന് പറഞ്ഞാൽ ഇത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? ഷെല്ലുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. എസ് പി ഡി എഫ് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? സബ് ഷെല്ലുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. കെ എന്ന് പറഞ്ഞ ഷെല്ല്, അതിനകത്ത് എത്ര സബ് ഷെല്ല്? ഒരു സബ് ഷെല്ല്. ഏത് സബ് ഷെല്ല്? എസ് എന്ന് പറയുന്ന സബ് ഷെല്ല്. ഇനി എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റൽ? ഒരു ഓർബിറ്റൽ. അപ്പോൾ അതിനകത്ത് എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. അടുത്ത് എൽ എന്ന് പറയുന്ന ഓർബിറ്റൽ, അതിനകത്ത് എന്തുണ്ട്? എസ് എന്ന് പറയുന്ന ഒരു സബ് ഷെല്ലുണ്ട്. അതിനകത്ത് ഒരു ഓർബിറ്റലും ഉണ്ട്, 2 ഇലക്ട്രോൺസും ഉണ്ട്. അതുപോലെ അടുത്ത് എന്തുണ്ട്? ഡി എന്ന് പറയുന്ന സബ് ഷെല്ലുണ്ട്. ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റലുണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ? എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. 1 2 3. ഇതിനകത്ത് 2, ഇതിനകത്ത് 2, ഇതിനകത്ത് 2. മൊത്തം എത്ര എണ്ണം? 6 എണ്ണം. മൊത്തം എത്ര എണ്ണം? 6 എണ്ണം. അടുത്ത് എം എന്ന് പറയുന്ന സബ് ഷെല്ല്, എം എന്ന് പറയുന്ന സബ് ഷെല്ല്, അതിനകത്ത് ഒരു എസ് ഉണ്ടാകും. എസിനകത്ത് ഒരെണ്ണം. അതിനകത്ത് 2 ഇലക്ട്രോൺ. അടുത്ത് എന്തുണ്ടാവും? പി ഉണ്ടാവും. പിക്കകത്ത്
മൂന്നെണ്ണം അല്ലേ, മൂന്നെണ്ണം. 1 2 3 4 5 6 ഇലക്ട്രോൺ. അടുത്ത് എന്തുണ്ട്? അടുത്ത ഡി ഉണ്ട്. ഡിക്ക് അത് എത്ര ഇലക്ട്രോൺ ആയിരിക്കും? 5 എണ്ണം അല്ലേ. 1 2 3 1 2 3 4 5 1 2 3 4 5 6 7 8 9 10. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഇതിന് മുകളിൽ നിൽക്കുന്നത്. ഓക്കെ, സെറ്റാണ്. അടുത്ത് എന്നിനകത്താകുമ്പോൾ എന്ത് പറ്റും? എസ് പിയും ഡിയും എഫും അതിനകത്ത് തന്നെ എന്തുണ്ടാവും? കാണും. സെറ്റാണ്. ഇനി നോക്കിക്കോ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ഇലക്ട്രോൺ ഒരു സബ് ഷെല്ലിനകത്ത് ഫില്ല് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എപ്പോഴും ഇലക്ട്രോണുകൾ വന്ന് നിൽക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് ചോദിച്ചാൽ എപ്പോഴും ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അതായത് ഇലക്ട്രോണുകൾ എപ്പോഴും വന്നിട്ട് ആദ്യം നിങ്ങളൊരു ക്ലാസ്സിൽ വന്നിരിക്കുകയെന്ന് വിചാരിക്കുക. നിങ്ങൾ ക്ലാസ്സിൽ ആദ്യം എത്തിയെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇരിക്കാൻ പ്രിഫർ ചെയ്യുന്ന ബെഞ്ച് ഏതായിരിക്കും? നിങ്ങളൊരു ഉഴപ്പനാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പലരുടെയും എക്സെപ്റ്റ് കുറച്ച് ബുജിക്കുട്ടന്മാരായിട്ടുള്ള സ്റ്റുഡൻസ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പുറകെ ചെന്നിരിക്കാനാണ് ഇഷ്ടം. ഇലക്ട്രോണും അങ്ങനെ തന്നെ. ഇലക്ട്രോണും എന്താണ് ഇഷ്ടം? ഏറ്റവും എനർജി കുറഞ്ഞ ലെവലിൽ പോയിരിക്കാനാണ് ഇഷ്ടം. അതായത് ഒരു ന്യൂക്ലിയസിൻ്റെ ചുറ്റിലും ഒരു ഇലക്ട്രോൺ എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ആദ്യം അത് ഏറ്റവും എനർജി കുറഞ്ഞ സ്ഥലത്ത് പോയിരിക്കും. അടുത്ത എനർജി കൂടിയെടുത്ത് ഇരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ എനർജി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. ഏറ്റവും എനർജി കുറഞ്ഞ ആൾ, അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഒരു സബ് ഷെല്ലിൻ്റെ എനർജി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഒരു സബ് ഷെല്ലിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് N+L. എന്തുവാണ്? N+L. ആർക്കാണോ N+ വാല്യൂ കുറവ് അവനായിരിക്കും എന്ത് കുറവ്? എനർജിയും കുറവ്. നമുക്ക് നോക്കാമോ? കെ ഷെല്ലെടുത്തു. ഇതിനകത്ത് എത്ര സബ് ഷെല്ലുണ്ടാ? 1. കെയുടെ എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1s എന്ന് എഴുതും. എൽ ആണെങ്കിലോ അതിനകത്ത് എസ്സും ഉണ്ട് പിയും ഉണ്ട്. കെയുടെ എല്ലിൻ്റെ വാല്യൂ എല്ലിൻ്റെ എൻ വാല്യൂ എത്ര? 2 ആണ്. അപ്പോൾ 2s 2p എന്ന് വിളിക്കും. എം ആണെങ്കിലോ 3s 3p 3d ഉണ്ടാവും. എന്നിൻ്റെ സ്മോൾ എൻ വാല്യൂ 4 ആണ്. അപ്പോൾ എത്ര സബ്ഷെൽ ഉണ്ടാവും? 4 എണ്ണം. ഏതൊക്കെയാണ്? എസ് പി ഡി എഫ്. നാലാമത്തേന്ന് കാണിക്കാൻ 4s 4p 4d 4f. ഒരു ഇലക്ട്രോൺ വന്നു. ഇവൻ ആദ്യം എവിടെ പോകുമെന്നാണ് ചോദ്യം. ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണോ ഇവിടെ N+L വാല്യൂ ഏറ്റവും കുറവ് അവൻ്റെ അടുത്ത് ആദ്യം പോകും. അപ്പോൾ ഇവിടുത്തെ കേസിൽ അത് ഏതായിരിക്കും? അത് ഇവനായിരിക്കും. അവൻ ഫില്ലായി കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യുള്ളൂ? അടുത്തതിലോട്ട് പോവുള്ളൂ. അവൻ ഫില്ലായി കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോവുള്ളൂ? അടുത്തതിലോട്ട് പോവുള്ളൂ. അവൻ ഫില്ലായിട്ടേ അടുത്തതിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഓർഡറിലായിരിക്കും ഇലക്ട്രോൺസ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ഓർഡർ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? ഇപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം 1sലായിരിക്കും. പറഞ്ഞത് ശരിയാണ്. അത് ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ? നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? നോക്കടാ. ഞാൻ ഫസ്റ്റ് ഇവൻ്റെ N+L വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണേ. N എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ കെയെ സംബന്ധിച്ച് എത്രയാണ്? 1 ആണ്. L എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. എസ് സബ്ഷെല്ലിൻ്റെ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ 1 + 0 = 1. അടുത്ത് ഞാൻ ഇവൻ്റെ 2sൻ്റെ L+L വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണേ. 2sൻ്റെ എൻ വാല്യൂ എത്രയാണ്? ഏതാ ഷെല്ല്? എൽ ഷെല്ല്. എൽ ഷെല്ലിൻ്റെ എൻ വാല്യൂ എത്രയാ? 2. എൽ എന്ന് വെച്ചാൽ ആരുടെ അല്ല? എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ് അല്ലേ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ എൽ വാല്യൂ എത്രയാ? 0. സോ വാല്യൂ എന്തായിരിക്കും? 2 + 0 = 2. രണ്ടാമത്തത്. അടുത്ത് ഞാൻ 2pയുടെ കണ്ടുപിടിക്കാൻ പോവുകയാണേ. 2pയുടെ എൻ വാല്യൂ എത്രയാ? 2p എന്ന് പറയുമ്പോൾ 2 4 എൽ ഷെൽ. എൽ ഷെല്ലിൻ്റെ എൻ വാല്യൂ എത്രയാണ്? 2 തന്നെയാണ് അല്ലേ. എത്ര തന്നെയാണ്? 2 തന്നെയാണ്. എൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താ? അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. അസിമുത്തൽ കോണ്ടന്റ് നമ്പർ ആരുമായിട്ടാണ് പറയുന്നത്? സബ്ഷെല്ലുമായിട്ടാണ് പറയുന്നത്. പി സബ്ഷെല്ലിൻ്റെ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ വാല്യൂ എത്രയാണ്? അത് 1 ആണ്. സോ എത്രയായിരിക്കും? 2 + 1 = 3. അപ്പോൾ ഒരു ഇലക്ട്രോൺ വന്നാൽ ആദ്യം 1ൽ പോവും, അവിടെ ഫില്ല് ചെയ്യും. എന്നിട്ട് അങ്ങോട്ട് പോവും, 2ൽ പോവും, അതിൽ ഫില്ല് ചെയ്യും. 3ൽ പോവും, അതിൽ ഫില്ല് ചെയ്യും. ഇനി ഈ 1sൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 1sൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? പറഞ്ഞേ. 1sൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? നമുക്കറിയാം
ഞാൻ ബാക്കിയും കൂടി എഴുതിയിട്ട് അതിലോട്ട് പോകാം അല്ലേ. 3s കാര്യം പറ. 3s എന്നതാണ് നമ്മുടെ സബ്ഷെല്ല്. 3s n വാല്യൂ എത്രയായിരിക്കും? അത് m എന്ന് പറയുന്ന ഷെല്ലല്ലേ. അപ്പോൾ അതിൻ്റെ n വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 എന്നായിരിക്കും. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ഷെല്ലല്ലേ. അപ്പോൾ അതിൻ്റെ എൽ വാല്യൂ എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ n + l വാല്യൂ എത്രയായിരിക്കും? 3 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര എന്നായിരിക്കും? 3 എന്നായിരിക്കും. എത്ര എന്നായിരിക്കും? 3 എന്നായിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത് 3p പോവാം. എന്നിൻ്റെ വാല്യൂ മാറ്റമുണ്ടോ? ഇല്ല, 3. പക്ഷേ എല്ലിൻ്റെ വാല്യൂ എത്രയാവും? 1 ആവും. അപ്പോൾ 3 + 1 4 എന്ന് വരും. അടുത്ത് ഇവൻ്റെ കണ്ടുപിടിച്ചേ. എങ്ങനെയാണ് വരുന്നത്? എന്നിൻ്റെ വാല്യൂ 3, എല്ലിൻ്റെ വാല്യൂ 2, 3 + 2 5 എന്ന് വരും. അപ്പോൾ കണ്ടോ, ആദ്യം 1 ഉള്ളത് ഫില്ലാവും, അടുത്ത് 2 ഉള്ളത് ഫില്ലാവും, അടുത്ത് 3 ഉള്ളത് ഫില്ലാവും, അടുത്ത് ഈ 3 ഫില്ലാവും, അടുത്ത് 4, അടുത്ത് 5 എന്നിങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫില്ലിങ് പോകുന്നത്. അടുത്ത് 4s നോക്കിയേ. 4s നോക്കിയേ. അവിടെ ഒരു ചെറിയ പ്രശ്നം വരും. നോക്കിക്കോ. 4s എന്ന് പറയുമ്പോൾ n വാല്യൂ എത്രയാണ്? 4. പക്ഷേ എൽ വാല്യൂ എത്രയാണ്? 0. എൽ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ അതിൻ്റെ n + l വാല്യൂ എത്രയായിരിക്കും? 4 + 0 4 എന്ന് വരും. അപ്പോൾ ഒരു ഇലക്ട്രോൺ വന്നാൽ ആദ്യം എന്ത് ചെയ്യും? അവൻ 1s പോവും. ഇത്രയും വെച്ച് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റും. നോക്ക്, ഒരു ഇലക്ട്രോൺ വന്നാൽ അപ്പോൾ ആദ്യം ഇവിടെ പോവും? 1s പോവും. അതിനകത്ത് 2 ഇലക്ട്രോണിനെ ഫില്ലാക്കും. അടുത്ത് എങ്ങോട്ട് പോവും? 2s പോവും. അടുത്ത് 2p പോവും. അടുത്ത് 3s പോവും. കാരണം ഒരേ എനർജി ലെവലാണ്. ആദ്യം p പോയിട്ട് ഇതിൽ വരുള്ളൂ. അടുത്ത് 3p പോവും. അടുത്ത് 3d പോകുന്നതിന് മുമ്പ് എവിടെ പോവും? 4s പോയിട്ട് എവിടെ പോവുള്ളൂ? 3d പോവുള്ളൂ. കാരണം 3dക്ക് എനർജി കുറവാണ്. ആർക്ക്? 4s. അത് കഴിഞ്ഞ് എവിടെ പോവും? 4p പോവുമോ? നമുക്ക് നോക്കാം. n = 4, l = 1, 4 + 1 5. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യും? 4p പോവും. അടുത്ത് ഇവൻ്റെ നോക്ക്. n = 4, l = 2, 4 5 6 എന്ന് വരും. കണ്ടോ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് പോകുന്നത്. ഇതാണ് ഇവിടെ ഈ ഒരു പടത്തിനകത്ത് കാണിച്ചേക്കുന്നത്. കണ്ടോ, ആദ്യം 1s. കണ്ടോ, ആദ്യം 1s. അതിൽ ഫില്ല് ചെയ്തിട്ട് നേരെ എങ്ങോട്ട് പോവും? 2s. ഇങ്ങോട്ട് പോവും 2s. 2s ഫില്ല് ചെയ്തിട്ട് അടുത്ത് നേരെ എങ്ങോട്ട് പോവും? 2p. 2p കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ട് പോവും? നോക്ക്, 2p കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? 2p കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് എവിടെയോട്ടാ? 3s. 3s കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടോ, ഇങ്ങനെ പോയിട്ട് 3p. കണ്ടോ, ഇങ്ങനെ പോയിട്ട് എങ്ങോട്ട് വരും? ഇവിടെ ഏതാണ്? 3p വരും. 3p കഴിഞ്ഞിടത്ത് എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടോ, 3p കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്? 4s പോകുന്നത്. 3d അല്ല പോയത്. കണ്ടോ, ഇവിടെ 3d ഉണ്ട്. 3d അല്ല പോയത്, 4s പോയത്. 4s കൂടെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. കണ്ടോ, 4s പോയി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആണ് ഇവിടെ പോകുന്നത്. ഇവിടെ പോകുന്നത്. ഏത് പോകുന്നത്? 3d പോകുന്നു. കണ്ടോ, അപ്പോൾ കണ്ടോ, ഇതാണ് എന്ത്? ലെവൽ. പക്ഷേ എനർജി ഫില്ലിംഗ് നടക്കുന്നത് ആ ഓർഡറിലല്ല. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവലിലാണ് ഈ ഫില്ലിംഗ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോ. When electrons are in an atom are distributed in the subshell, they are being filled gradually in the increasing order of the energy of the subshell. This is called subshell electronic configuration. ഇനി നോക്കിയോ, the order of the energy can be founded by the principal quantum number and azimuthal quantum number. ഏത് ഫോർമുല? n + l റൂൾ വെച്ചിട്ട്. കണ്ടോ, n + l റൂൾ വെച്ചിട്ട് 1s-ൻ്റെത് 1 ആണ്, 2s-ൻ്റെത് 2 ആണ്. സോ ഇതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് എപ്പോഴും ഫില്ല് ചെയ്ത് പോകുന്നത്. പക്ഷേ 3d 4s വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ചുമ്മാതിങ്ങനെ 1s, 1s, 2s, 2p, 3s, 3p, 3d എന്ന് എഴുതാൻ പറ്റത്തില്ല. കണ്ടോ, ഇവിടെ എത്തിയിട്ട് നമുക്ക് എന്താണ്? 4s കഴിഞ്ഞിട്ടായിരിക്കും 3d വരുന്നത്. ഈ ഓർഡർ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമത്തിന് ഓഫ് ബാർ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ പേരില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യേണ്ട? അത് നമ്മൾ നോക്കണ്ട. ഇനി എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റം. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കറിയാം, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ ഫസ്റ്റ് പോയിട്ട് എവിടെ കയറും? 1s എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വന്നു. ആ ഇലക്ട്രോൺ വരുന്നതിനാണ് നമ്മളിവിടെ മുകളിൽ സബ്ബായിട്ട് എഴുതുന്നത്. ഹീലിയത്തിലോട്ട് പോകുന്നു. ഹീലിയത്തിനകത്തും 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സബ്ഷെല്ലിൽ പോകും. പക്ഷെ നമുക്കറിയാം എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 എണ്ണം കൊള്ളും. അപ്പോൾ 2.
ലിഥിയത്തിലോട്ട് പോവുകയാണ്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ. അപ്പോൾ ആദ്യം വരും 1s വരും. 1s 2 കൊള്ളുള്ളൂ, 2 ഫില്ല് ചെയ്യും. അടുത്ത് പിന്നെ ബാക്കി ഒരെണ്ണം ഉണ്ട്, അതെവിടെ പോവും? അത് 2s പോവും. അപ്പോൾ 2s 1. ബെറീലിയം നമ്മൾ നോക്കുകയാണ്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ. 1s 2, 2s 2. ബോറോണിലോട്ട് പോവുകയാണ്. 5 ഇലക്ട്രോൺ ഉണ്ട്. 1s 2 എണ്ണമായി, 2s 2 എണ്ണമായി, 4 ആയുള്ളൂ, ഒന്നുകൂടി ഉള്ളേ. അപ്പോൾ എന്തിലോട്ട് പോകും? അത് 2p പോവും. 2p 1. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് നോക്കി, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ. എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ. 1s 2, 2s 2, 2p എത്ര? 2. നൈട്രജനിലോട്ട് നോക്കാം. 7 ഇലക്ട്രോൺ. 1s 2 എണ്ണം ഫില്ലായി. അടുത്ത് 2s 2 എണ്ണം ഫില്ലായി. അടുത്ത് 2p എത്ര എണ്ണം ഫില്ലായി? 2 എണ്ണം ഉണ്ട്, ഒന്നുകൂടി ഫില്ലായി, 3. അടുത്ത് ബോറോൺ, കാർബൺ, നൈട്രജൻ, അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ. 8 ഇലക്ട്രോൺ. 1s2, 2s2, 2p 4. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഇത് വായിക്കുന്നതാണ്. കണ്ടോ, 1s1, 1s 1 ഇലക്ട്രോൺ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? 1s1 എന്ന് വിളിക്കും. 1s2 2 ഇലക്ട്രോൺ നമ്മൾ എന്ത് വിളിക്കും? 1s, അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. ഇനി 2 കൂടുതൽ എന്ത് കൊള്ളൂ? ഇല്ല, കാരണം എസ് ഓർബിറ്റലിനകത്ത് എന്താ ഉള്ളൂ? എസ് ഓപ്ഷനിനകത്ത് ഇതല്ലേ ഉള്ളൂ. അപ്പോൾ 2 എണ്ണയല്ലേ വരുള്ളൂ. എത്ര എണ്ണ വരുള്ളൂ? 2 എണ്ണേ വരുള്ളൂ. ഓക്കെ. എന്നാൽ പിക്കകത്ത് എത്ര എണ്ണം കൊള്ളും? പിക്കകത്ത് എത്ര എണ്ണം കൊള്ളും? 1 2 3 4 5 6 എണ്ണം കൊള്ളും. ഡിക്കകത്ത് എത്ര എണ്ണം കൊള്ളും? 1 2 3 4 5 6 7 8 9 10 എണ്ണം കൊള്ളും. അപ്പോൾ ഈ ഓർഡറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്ത് പോകുന്നത്. നോക്കിക്കോ. സോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ? ഇലക്ട്രോൺസിൽ സബ്ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേര് ഓഫ് ബാർ പ്രിൻസിപ്പിൾ എന്നാണ്. അതായത് ഓർഡർ 1s, അത് കഴിഞ്ഞ് 2s, അത് 2p, 3s, 3p, 4s, അത് കഴിഞ്ഞ് 4d. ഈ 4s 4d വരുന്ന ശ്രദ്ധിച്ച് പഠിച്ചോളാം, മാറിപ്പോവും. ഓക്കെ. ഇതിനെ വിളിക്കുന്ന പേരാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതായത് അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി ഓഫ് ദ സബ്ഷെല്ലായിരിക്കും നമ്മളത് എഴുതുന്നത്. ഓക്കെ ആണല്ലോ, കൂടി വരുന്ന രീതിയിൽ. അപ്പോൾ എങ്ങനെ എനർജി കണ്ടുപിടിക്കാം? എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് n+l റൂളാണ്. n+l റൂൾ ആർക്കാണോ കൂടുതൽ അവർക്ക് കൂടുതൽ എനർജി ഉണ്ടെന്നാണ് അർത്ഥം. അതായത് നമ്മളിപ്പോൾ 1s-ഉം 2s-ഉം എടുത്താൽ 1s-ൻ്റെ വാല്യൂ 1-ഉം 2s-ൻ്റെത് 2-ഉം ആണ്. സോ ഇവനാണ് എനർജി കൂടുതൽ. നമ്മളത് 2s-ഉം 2p എടുത്താൽ 2s-ന് 3-യും ഇതാണ് 3s-ന് 3 ആണ്. പക്ഷേ എന്ത് പറ്റും? 3s-ന് നമ്മൾ എന്ത് എടുക്കും? ഹയർ വാല്യൂയോടെ എടുക്കും. കാരണം എന്താ? അതിൻ്റെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ കൂടുതലല്ലേ. ഇവിടെ 2-ൻ്റെ വാല്യൂ 3 വന്നെങ്കിലും അത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ വാല്യൂ കൂടുതലുള്ള ആൾക്ക് നമ്മൾ കൂടുതൽ എനർജി ആയിട്ട് എടുക്കും. അതായത് 2pക്കും 3s-ൻ്റെയും n+l വാല്യൂ 3 ആണെങ്കിലും ഇവനാണല്ലോ n വാല്യൂ കൂടുതൽ, അതുകൊണ്ട് ഇവനാണ് കൂടുതൽ എനർജി. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ്റെത് 1s1, ഹീലിയത്തിൻ്റെത് 1s2. ലിഥിയത്തിൽ 3 ഇലക്ട്രോൺസോ 1s1, 1s2, 2s1. ഇവിടെ 2 ആയി. അടുത്ത് ബോറോൺ ആയപ്പോൾ 1, ഇവിടെ 2, അടുത്ത ഓരോന്ന് 3 4 5, എത്ര വരെ പോവും? 6 വരെ പോവും. അടുത്ത് സോഡിയം നോക്കടാ. സോഡിയത്തിന് എന്താ വരുന്നത്? സോഡിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? സോഡിയത്തിൽ 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ കോൺഫിഗറേഷൻ എന്തായിരിക്കും? 1s-ൽ 2 വന്നു, 2s-ൽ 2 വന്നു, 2p-ൽ എത്ര വന്നു? 6 വന്നു. അപ്പോൾ 6 4 10. അടുത്ത ഏതിൽ പോവും? അടുത്ത് നമ്മൾ എങ്ങോട്ട് പോകും? 2p കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകും? നോക്ക്, 2p കഴിഞ്ഞിട്ട് അടുത്ത് ഏതാ വരുന്നത്? അല്ലേ, മനസ്സിലായില്ലേ? നോക്ക്, കെ ഷെല്ലിനകത്ത് എസ് മാത്രം, എല്ലിനകത്ത് എസും പിയും. ആ എസും പിയും ആണല്ലോ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞത്. അടുത്ത് എന്തിലോട്ട് പോകും? എമ്മിലോട്ട് പോകും. അതിനകത്ത് എന്തുണ്ട്? എസ്സും ഉണ്ട്, പിയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പോൾ 3 അല്ലേ, അപ്പോൾ 3s-ലോട്ട് അടുത്ത് പോകും. 3s അതിലൊന്ന് പോകും. അടുത്ത് നോക്കിയേ, സോഡിയമായി. അടുത്ത് മെഗ്നീഷ്യം നോക്കിയേ, എത്ര ഇലക്ട്രോൺ ഉണ്ട് മെഗ്നീഷ്യത്തിനകത്ത്? മെഗ്നീഷ്യത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ 12 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഫില്ലാവും? 1s2, 2s2, 2p6 ആകുമ്പോൾ തന്നെ 10 ആയി. ഇതാ ഇവിടെ വരെ നിറഞ്ഞു. അടുത്ത് 3s-ൽ 1 ഉള്ളൂ. 3s2 വരെ കൊള്ളാമല്ലോ, ഇതിനകത്ത് 2 ഇലക്ട്രോൺസ് വരെ ആവാമല്ലോ. സോ 3s2 എന്ന് വരും. കണ്ടോ, 3s2 എന്ന് വരും. അടുത്ത് അലൂമിനിയം നോക്കിയേ. അലൂമിനിയത്തിൽ എങ്ങനെയാണ് വരുന്നത്? അലൂമിനിയത്തിന് അറ്റോമിക് നമ്പർ 13. അപ്പോൾ എങ്ങനെയായിരിക്കും? 1s2, 2s2, 2p6, 3s2. ഇപ്പോൾ എത്രയായി? 12 ആയി. ഇവിടെ എത്രയുണ്ട്? 13 ഉണ്ട്. അപ്പോൾ അടുത്ത് ഏതിൽ പോവും? 3s നിറഞ്ഞല്ലേ, അടുത്ത് ഏതിൽ പോവും? പിയിൽ പോവും.
അപ്പോൾ ഏത് പോവും 3p 3pയിൽ 1 അങ്ങനെ പിയിൽ 1 2 3 4 5 6 വരെ പോകും. കാരണം പിക്ക് അത് എത്ര വരെ കൊള്ളുള്ളൂ 6 വരെയല്ലേ കൊള്ളുള്ളൂ. പി ഓർബിറ്റലിനകത്ത് പി സബ്ഷനിനകത്ത് 6 ഇലക്ട്രോൺസ് അല്ലേ കൊള്ളുള്ളൂ. അടുത്ത് നോക്കിയേ 19 നോക്കിയേ എന്താ പറ്റുന്നത് 19 എന്താ പറ്റുന്നത് പൊട്ടാസ്യത്തിൽ നോക്കിയേ 1s2 2s2 2p6 3s2 3pയിൽ 6 എണ്ണേ കൊള്ളുള്ളൂ. അപ്പോഴും ആയില്ല, ഒരെണ്ണം കൂടെ വരും അല്ലേ. എത്രയും കൂടി വരും ഒരെണ്ണം കൂടെ വരും. അതടുത്ത് എവിടെ പോവും അതടുത്ത് എവിടെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നോക്കിയേ പി കഴിഞ്ഞു, അടുത്ത് എങ്ങോട്ട് പോവും ഡി പോവും എന്ന് നിങ്ങൾ എഴുതി വെച്ചാൽ അവിടെ തെറ്റും. കാരണം എന്താണ് എനർജി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം 3Dയേക്കാൾ എനർജി കുറവാണ് 4s-ന്. 3Dയേക്കാൾ എനർജി കുറവാണ് 4s-ന് ആണോ അല്ലേ. 3Dയേക്കാളും എനർജി കുറവാണ് ആർക്ക് 4s-ന്. അതാ ഇവിടുത്തെ ഫിഗർ നോക്ക് 3D എവിടെ കിടക്കുന്നു 3D എവിടെ കിടക്കുന്നു കണ്ടോ. ഈ 3D ഫില്ലാവുന്നതിന് മുമ്പേ ആര് ഫില്ലാവും ഇതാ കണ്ടോ 4s ഫില്ലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും അടുത്ത് 4s പോവും 4s ഒന്നായിട്ട് വരും. തൊട്ട് അടുത്ത കാഷ്യത്തിൽ പോകുമ്പോൾ നോക്കി എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 4s ഇവിടെ 1 1 2 വരും. അടുത്ത ആളിലോട്ട് പോകും 21ാമത്തെ അറ്റോമിക് നമ്പർ വരുമ്പോൾ എന്തായിരിക്കും പറ്റുന്നത് 1s2 2s2 2p6 3s2 3p6 4s2. അത് കഴിഞ്ഞിട്ട് എവിടോട്ട് പോകും 3Dയിലോട്ട് പോകും 3D 1 പോകും. അങ്ങനെ ഡിയിൽ 10 ആവുന്നത് വരെ കൂടി പോകും. ഈ രീതിയിലാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത് ഫില്ല് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ടേബിളിൽ പറയുന്നത്. തൽക്കാലം ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഈ ഒരു ഭാഗത്ത് പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ ഈ നോബിൾ ഗ്യാസിനെയും കൂടി ഇടയ്ക്ക് കയറ്റിയിട്ട് ഇത് എഴുതുന്ന രീതിയാണ്. അതായത് നമ്മളിത് ഇത്രയും വലിയ സ്റ്റെപ്പൊക്കെ നമ്മൾ എഴുതുന്നതിന് പകരം എന്ത് പറ്റും അതിന് തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് വരെ ഉള്ളതിനെ നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷനായിട്ട് എഴുതി കാണിക്കും. തൽക്കാലം അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇതുവരെ ഉള്ളത് നോക്കിയാൽ മതി. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ ആണെന്ന് എനിക്കറിയാമെങ്കിലും ശ്രദ്ധിച്ച് കേട്ടാൽ കിട്ടും. ഇത് കിട്ടേണ്ട അല്ലെങ്കിൽ ഇത് മറന്നു പോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ കെയും എല്ലും എമ്മും എന്നും അതിൻ്റെ എൻ വാല്യൂ നിങ്ങൾക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. എസും പിയും ഡിയും എഫും അതിൻ്റെ എൽ വാല്യൂ നിങ്ങൾക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഒരുവിധം തലയിൽ കയറിക്കോളും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ് നമുക്ക് ആ ബാക്കി ടോപ്പിക്ക് നോക്കാം. സോ അപ്പോൾ അതുവരെ ബൈ ബൈ.